ഹലോ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഇവിടെ ഒരു 6-6:15 ടൈം ആയിട്ടുണ്ടാകും. ഇപ്പോൾ ഡേ ലൈറ്റ് കൂടുതലാണല്ലോ. ഞങ്ങൾ നടക്കാനൊക്കെ പോകാറുണ്ട്. ബട്ട് ഇന്ന് ഞങ്ങൾക്ക് മാർക്കറ്റ് പച്ചക്കറിയൊക്കെ മേടിക്കാനുള്ളത് കൊണ്ട് പോയില്ല. ഇതാണിപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ. ഇതിപ്പോൾ ഞങ്ങൾ RMCയിലേക്കാണ് കേട്ടോ പോകുന്നത്. RMC പറഞ്ഞാൽ ഈ പച്ചക്കറിയൊക്കെ മേടിക്കാനുള്ള ഒരു ഹോൾസെയിലായിട്ട് മാർക്കറ്റ്. ഇതാണ് അവിടെ പോകുന്ന വഴി. ഞങ്ങൾ ആക്ച്വലി വന്നത് കുറച്ച് ലേറ്റായി, ബിക്കോസ് ഇത് ഒരു 3 മണി രാവിലെ തന്നെ ഓപ്പൺ ആക്കും. അപ്പോൾ ഇതിൻ്റെ കാട്ടി നല്ല തിരക്കായിരിക്കും. ഇവിടെ നല്ല ഫ്രഷ് പച്ചക്കറി വില കുറവിൽ, പുറത്തുനിന്ന് മേടിക്കുന്ന കാട്ടി നല്ല വില കുറവിൽ ഫ്രഷ് പച്ചക്കറി കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന പ്രൊവിഷണൽ സ്റ്റോഴ്സൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ 1 വീക്കിന് പച്ചക്കറി മേടിക്കാനുള്ള പ്ലാനിലാണ് വന്നത്. പിന്നെ ഇവിടെ ഫ്രഷ് ഫ്രൂട്ട്സ്, പപ്പായ, മാങ്ങ, അങ്ങനെ ഇതിപ്പോൾ കുറവാണ് പച്ചക്കറിയൊക്കെ. ഞങ്ങൾ കുറച്ച് വേഗം വന്നാൽ നല്ല പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകും. ഇത് ഇവിടെ ഒരു 40 to 50 ഷോപ്സ് എങ്കിലും ഉണ്ടാവും. അവരിങ്ങനെ പ്ലോട്ടാക്കിയിട്ട് സെയിലാക്കുന്നതാണ്. ഒരു ഷോപ്പിലില്ലെങ്കിൽ അപ്പുറത്തെ ഷോപ്പിൽ നിന്ന രീതിയിൽ. പക്ഷേ ഇതുപോലെ 8-8:30 മണി വരെ ഉണ്ടാവുള്ളൂ. മാക്സിമം 9 മണി വരെ. അതിന് ശേഷം ഇവിടെ ക്ലോസ് ആയിരിക്കും, ഒന്നും ഉണ്ടാവില്ല. ബിക്കോസ് ഇത് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് രാവിലെ തന്നെ പച്ചക്കറിയിൽ വന്നിട്ട് മേടിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ 1 വീക്കിനുള്ള പച്ചക്കറിയൊക്കെ മേടിച്ച് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾക്ക് പോകാനുള്ള പരിപാടി നോക്കുകയാണ്. അവിടെ വെളുത്തുള്ളിയൊക്കെ നല്ല വില കുറവിൽ കിട്ടും കേട്ടോ. ഞങ്ങൾ കുറേ എടുക്കുകയാണെങ്കിൽ ഒരു ബോക്സ് ടൊമാറ്റോ ഒക്കെ എല്ലാം കുറച്ച് പൈസയുള്ളൂ. അങ്ങനെ ബൾക്കായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നല്ല ലാഭമായി ഇവിടെ എടുക്കുന്നുണ്ടെങ്കിൽ. ഞങ്ങൾ നാട്ടിലേക്കെല്ലാം പോകുമ്പോൾ അതാണ് എടുക്കുക. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഇവിടെ ആവശ്യത്തിനില്ല പൂജയ്ക്ക് ആവശ്യമില്ല തേങ്ങ, മറ്റ് പൂവ്, അഗർബത്തി, അതൊക്കെയാണ് അവിടെ സെയിലാക്കുക. ഇത് പിന്നെ വന്നിട്ട് ഇവിടുത്തെ ചപ്പിൻ്റെ ഒരു ഏരിയയാണ്. ഇവിടെ എല്ലാ ലീവ്സും കിട്ടും. ലൈക്ക് ഇതിന് ഞങ്ങൾ മല്ലിയില, അത് പിന്നെ കരിവേപ്പില ഒക്കെ ₹1, ₹2 ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പുതിന ഒരു ₹2, അങ്ങനെ ഭയങ്കര കുറവായിരിക്കും. ഞങ്ങൾ പുറത്തുനിന്ന് കമ്പയർ ആക്കുമ്പോൾ പുറത്തൊക്കെ ഒരു കെട്ട് ചപ്പിന് 10 അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് ഞങ്ങൾ മേടിച്ച സാധനങ്ങൾ. അങ്ങനെ വീട്ടിൽ വന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ കുറച്ച് ഫിഷസൊക്കെ ഉണ്ട്, അതിന് ഫുഡ് കൊടുത്ത് ഞങ്ങൾ പുറത്ത് സെറ്റാക്കിയതാണ്. ഇത് കുറച്ച് ഗപ്പിയൊക്കെ ഇട്ടിട്ട് ലോട്ടസ് ഫ്ലവറിൽ അതൊക്കെ ഇട്ടിട്ട് അവർക്കും ഫുഡ് കൊടുത്തു. ഇനി ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നോക്കാം. ഇന്നിപ്പോൾ ഇവിടെ കടുമ്പാണ്, കൊടക് സ്പെഷ്യലാണിത്. ആക്ച്വലി ചിക്കൻ കറി ഓർ കടലക്കറിയുടെ കൂടെയാണ് ഇത് കൂട്ടുക. ബട്ട് ഞാൻ വെറൈറ്റി ആയിട്ട് കടു വറുത്തിട്ട് ചട്നിൻ്റെ കൂടെ ആക്കി, പിന്നെ അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ വെച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, ഷൂട്ടാക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഉള്ള ഫുഡിൻ്റെ പരിപാടി നോക്കി. ഞാൻ കർണാടകയിൽ വളർന്നുകൊണ്ട് എനിക്ക് ഈ റൈസ് വേണം. അപ്പോൾ ഇന്ന് എൻ്റെ ഡേ ആയിരുന്നു. ഈ റൈസ് വെച്ചു. പിന്നെ ദാൽ കറി, പൊട്ടാറ്റോ ഫ്രൈ, ബീട്രൂട്ട് വറവ്, ഇവിടെ ഒരു സപ്പ് കിട്ടും, സബ്സിക സപ്പ് എന്ന് പറയും, അതും മുട്ടയിട്ടിട്ട് ഒരു വറവ്. പിന്നെ മറ്റേത് വയനാട്ടിലത്തെ ഒരു സ്പെഷ്യലാണ് വടുവ എന്ന് പറയും. അതെന്തോ ഒരു കായ് വെച്ചിട്ട് എന്തോ മിക്സ് ആക്കിയിട്ടാണ് ചെയ്യുക. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് കഴിഞ്ഞ് പിന്നെ ഞാനൊരു നാപ്പ് എടുത്തു. ഡിന്നർക്ക് ഞങ്ങൾക്ക് ഒരു റോളും ചായയാണ് പ്ലാൻ. അപ്പോൾ വെജീസൊക്കെ കട്ടാക്കി. ഇതിൽ സ്പിനാച്ച്, ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ്, പിന്നെ ഓണിയൻസ് ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ഫസ്റ്റ് എഗ്ഗ് സ്ക്രാമ്പിളാക്കി വെച്ചു. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബട്ടറിൽ സോട്ടാക്കിയതിന് ശേഷം അതിലേക്ക് സ്ക്രാമ്പിൾഡ് എഗ്ഗ്, പിന്നെ സോൾട്ട്, പെപ്പർ പൗഡർ, ഒറിഗാനോ, സോയാ സോസ് ഇതൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് റോൾ ചെയ്തിട്ട്, ചപ്പാത്തിയിലാണ് ഞാനിപ്പോൾ റോൾ ചെയ്തത്. അങ്ങനെ റോൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് ചായയുടെ കൂടെ കഴിക്കാം. ചായ ഞങ്ങൾ ഈവനിങ് കഴിക്കാറില്ല. ചായ ഈവനിങ് കുടിക്കുന്നതൊരു ഹാബിറ്റില്ല. ഞങ്ങൾ ഡിന്നറിൻ്റെ കൂടെയാണ് കഴിക്കുക. അങ്ങനെ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളത്തെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ, അൺടിൽ നെക്സ്റ്റ് ടൈം.